ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയേണ്ട കാര്യം തുറന്നു പറയും. പൈസയുടെ കാര്യം വരുമ്പോഴാണ് ഓരോരുത്തർക്കും മനംമാറ്റം ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ കടയിൽ ഒരു പയ്യ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. വന്ന നേരത്തൊക്കെ നല്ല ചെറുക്കനായിരുന്നു, നല്ല ഒന്നാം തരം ചെറുക്കൻ. എല്ലാ ജോലിയും ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുക്കാണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കയ്യിലാണ് പൈസ കൊടുത്ത് വിട്ടോണ്ടിരുന്നത്. ചിറ്റപ്പ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എന്തെങ്കിലും കാര്യം പറയണ്ടേ? നേരെ പറ, എന്തിനാണ് വളച്ചു ചുറ്റണത്? ഇവിടെ വളച്ചു വിട്ടുള്ള കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്തിനു തോക്കിനകത്ത് വെടി വെക്കണത്? ശരി ചിറ്റപ്പ, കാര്യം പറ, കേക്കാം ഞങ്ങൾ. ആ അവിടെ ഇരി, പറ. അടങ്ങി അവിടെ ഇരി. അങ്ങനെ ഇരുന്ന ചെറുക്കായി എന്റെ 20,000 രൂപ എടുത്തോണ്ട് ഒറ്റ പോക്ക്. 20,000 രൂപ എടുത്തോണ്ട് പോയെന്ന് കല്ലായിരുന്നു. കല്ലായി? ഓ എടാ കല്ലായിരുന്നു, കായ്പെട്ടി. പൈസ ഇടുന്നില്ലേ മേശ, അതിനാണ് നമ്മൾ കല്ലായി കായ്പെട്ടി എന്നൊക്കെ പറയണത്. അല്ല, അങ്ങനെ പൈസ എടുത്തോണ്ട് ചിറ്റപ്പ ഒന്നും ചെയ്തില്ലേ? ഞാൻ എന്താ പറയാ, എടുത്തോണ്ട് പോയില്ലോ, അങ്ങനെ പോട്ടെന്ന് വെച്ചു. പോട്ടെന്ന് വെച്ചാ? ആ അങ്ങ് വിട്ട് വിട്ട് ചിറ്റപ്പായി ആ വിടായി. അങ്ങനെ വീട്ടിലോട്ട് വിട്ടാണ് നേരെ അല്ലയോ? വീട്ടിലെ ആളെ വിട്ടു, പക്ഷെ അവിടെ ഇല്ല. വേറെ അവിടെ വെക്കളഞ്ഞു. അല്ല, അങ്ങർക്ക് ശമ്പളവും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് കൊടുക്കൂലായിരുന്നു? പിന്നെ മാസം മാസം കൊടുക്കുമല്ലോ. മാസം മാസം കൊടുക്കുമല്ലോ അല്ലേ? കൊടുക്കും, ആ മാസം കൊടുക്കും. ആ മാസം ഇടത്തിറക്കി ഇപ്പൊ എന്താണ് ഒരു ശമ്പളമൊക്കെ ഞാൻ കറക്റ്റ് തന്നെ കൊടുത്തോണ്ടിരുന്നത്. ആ മാസം കൊടുത്താ? 2 മാസം പെൻഡിങ് ഉണ്ടായിരുന്നു, ഒരുമിച്ച് കൊടുക്കും ഞാൻ. 3 മാസം ഒരുമിച്ച് കൊടുക്കും ഞാൻ. ആ 2 മാസത്തെ പൈസ കൊടുത്തില്ലേ? അങ്ങനെ വരട്ടെ ചേച്ചി, സംഭവം ഒന്നുമില്ല. ഇങ്ങനെ കൈ കിട്ടിയ കാശ് കൊടുത്തത് മുങ്ങിയത്, ഉയരും കൊണ്ട് ഓടിയത്. ചിറ്റപ്പന് ഈ കഥ പറഞ്ഞത് കരയാണ്ടി ഉദ്ദേശാണോ? പാറുവേ, എന്തിന് പാറു, എന്തൊരു പാറു? അവക്ക് കാര്യം മനസ്സിലായി, അതിലുള്ള ബോധമുണ്ട്. നിങ്ങൾക്കതില്ല. ചിറ്റപ്പ ചുമ്മാ ആവശ്യം അതൊന്നും പറയരുത് കേട്ടാ. ആന്റിനെ അങ്ങനെ സംശയിക്കാനൊന്നും പറ്റൂല. വേണ്ട മോള് കനകാന്റെ ഡൗട്ട് അടിക്കണ്ട. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കും. ആ കൊച്ചിന്റെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോ നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആ വകയിൽ ആ കൊച്ചിന് നല്ല കടമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ ആ കൊച്ചിനെ എനിക്ക് ഇഷ്ടമാണ്, അല്ലാതെ ആ കൊച്ചിൻ്റെ അടുത്ത് എനിക്കൊരു ദേഷ്യവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. என்ன இங்க சீரியஸா பேசிட்டு இருக்கீங்க? ഞങ്ങളെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു കനകാന്റി. என்ன பேசுறீங்க? அதுதான் நான் கேட்டேன். അതൊന്നുമില്ല, ഞങ്ങള് വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ அது இல்ல, நீங்க ஏதோ எங்கிட்ட இருந்து மறைக்கிறீங்க. அதுதான். ஒண்ணு புரிஞ்சுக்கோங்க, நீங்க மலையாளிஸுக்கெல்லாம் ஒரு நினைப்பு இருக்கு, உங்களுக்கு மட்டும்தான் மூளை இருக்குன்னு. ஆனா அப்படி கிடையாது. எங்களுக்கும் எல்லாம் புரியும், எங்களுக்கும் மூளை இருக்கு. അയ്യോ എന്റെ കനകം, ഞങ്ങള് സുരേന്ദ്രന്റെ ഭാര്യ വീട്ടിലെ കാര്യം പറഞ്ഞോണ്ടിരുന്നാ. ஓ அதுவா? அப்ப எங்கிட்டயும் சொல்லுங்க. പറഞ്ഞു കൊടുക്കിട്ടപ്പാ. പറഞ്ഞു കൊടുക്കടാ അങ്ങോട്ട്. சொல்லுங்க. അതെ, എന്റെ ഭാര്യയുടെ വീടിന്റെ അടുത്ത് ഒരു പുതുതായിട്ടൊരു കോവില് വെച്ച്. പുതു കോവിലാ? അവിടുത്തെ വിശേഷം എന്തെന്ന് പറഞ്ഞാല്, നമ്മള് നേരത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് തന്ത്രിയില്ലേ? ആമാ. ആ തന്ത്രിയാണ് അവിടത്തെയും തന്ത്രി. അതാണ് വിശേഷം. അയ്യോ, അവര് തന്നെ പത്മനാഭ സ്വാമി കോവിലും ഇരിക്കാറ്. അവര് അവിടത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം വലിയ പെരുസ്, അത് ഒന്നാമത്തത്. അത് കഴിഞ്ഞിട്ട് അവര് നേരെ അവിടെ നിന്ന് പൂജ കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരും. അവിടെ നിന്ന് വന്നിട്ട് നമ്മളെ ഈ ചെറിയ ക്ഷേത്രത്തിൽ വരും. അതാണ്. അയ്യോ, അപ്പടിനാ നാമളും പോലാമാ? അതിനിപ്പോ എന്താ, പോവാല്ലോ. നമ്മൾ ആൾക്കാരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഒരു ടെമ്പോ വിളിക്കുന്നു, നമ്മളെല്ലാത്തിനോട് അതിനകത്ത് അടിച്ച് കയറ്റുന്നു, കൊണ്ടുപോകുന്നു. അയ്യോ, അപ്പടിനാ നാനും വരേൻ. നാരങ്ങളും നീ ചോദിക്കും, ഞാൻ ചോദിക്കും. കഴിഞ്ഞോണ്ട് ഞാനാ ചോദിച്ചത്. കരയാന്റി, കുറച്ച് നാരങ്ങളും കിട്ടുമോ? അതുക്കെന്നാ, ഇപ്പവേ കൊണ്ടുതരേനെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.